എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. നമ്മുടെ ദൈനംദിന ഇടപാടുകൾ എല്ലാം തന്നെ ഇപ്പോൾ ഡിജിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. ബാങ്കുകളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള വിവിധ ആപ്ലിക്കേഷനുകളൊക്കെ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കും നമുക്ക് മൊബൈൽ ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അത്തരത്തിൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇപ്പോൾ ഇടപാടുകൾ നടക്കുന്നത്. ബിൽ പേയ്മെൻറ്റ് നടത്തുന്നതും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കും ഇത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ KYC അപ്ഡേഷൻ ചെയ്തിരിക്കേണ്ടതാണ്. KYC അപ്ഡേഷൻ ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഇടപാടുകളെല്ലാം സാധിക്കുന്നതും. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഫോണുകളിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിലേക്കും ഇത് എത്തിക്കാണും. അല്ല എങ്കിൽ വരും ദിവസങ്ങളോടുകൂടി ഒരുപക്ഷെ എത്തിച്ചേരുന്നതാണ്. KYC പുതുക്കലുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷനുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് KYC അപ്ഡേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ പ്രധാനമായിട്ടും KYC പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇപ്പോൾ ക്യാമ്പുകളിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ ബാങ്കുകളിൽ എത്തിച്ചേർന്നോ പുതുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഫേക്ക് മെസ്സേജ് ഒന്നുമല്ല. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഔദ്യോഗിക അറിയിപ്പാണ്. KYC കൃത്യമായിട്ട് ബാങ്ക് ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ പുതുക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ പുതുക്കാനുള്ള അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ഈ ഒരു സമയത്ത് പോയി പുതുക്കിയാൽ മതി. അല്ലാത്തവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പുതുക്കിയില്ല എങ്കിൽ അക്കൗണ്ട് റദ്ദാവുകയോ ഇല്ല എങ്കിൽ ട്രാൻസാക്ഷൻ മരവിക്കുകയോ ചെയ്യുന്ന സാഹചര്യമില്ല. പുതുക്കലിൻ്റെ അറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് പുതുക്കേണ്ടതാണ്. അങ്ങനെ പുതുക്കാതെ വന്നു കഴിയുമ്പോൾ ഈ ഇടപാടുകളെല്ലാം തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ KYC പുതുക്കുക എന്നുള്ളത് രണ്ട് രീതിയിൽ ഇപ്പോൾ നടത്തപ്പെടുന്നതാണ്. 3 മാസത്തോളം, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസമായിട്ട് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഒരു സാച്ചുറേഷൻ ഡ്രൈവ് ഇപ്പോൾ നടത്തപ്പെടുന്നുണ്ട്. അതായത് വിവിധ പ്രദേശങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തും എത്തിച്ചേർന്ന് കാണും, വിവിധ ബാങ്കുകളുടെ കൂട്ടായ്മകൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്ക് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വിവിധ ബാങ്കുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ബാങ്ക് ഉപഭോക്താക്കൾക്ക് നമ്മുടെ ബാങ്കിൻ്റെ കൗണ്ടറിൽ എത്തിച്ചേർന്ന് ഇത്തരത്തിൽ KYC അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ മേൽവിലാസമൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും KYC അപ്ഡേഷൻ ചെയ്യണമെന്ന അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി നമ്മുടെ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതല്ലെങ്കിൽ വോട്ടർ ID അങ്ങനെയുള്ള വിവിധ കാർഡുകൾ KYC അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ KYC പുതുക്കാൻ നിർദ്ദേശം ലഭിക്കുന്നവർ ഈ ക്യാമ്പിൽ എത്തിച്ചേരണമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ അക്കൗണ്ട് മരവിച്ച് കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ട്രാൻസാക്ഷനുകളൊക്കെ നടക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതാണ്. ഇനി KYC പുതുക്കലിൻ്റെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്കിപ്പോൾ പുതുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തടസ്സമില്ലാതെ തന്നെ സേവനങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. പിന്നീട് KYC അപ്ഡേഷനുമായി ബന്ധപ്പെടുത്തി മെസ്സേജ് ഫോണിലേക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ബാങ്കിൽ എത്തിച്ചേർന്ന് പുതുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബാങ്കിൽ എത്തിച്ചേർന്നുള്ള പുതുക്കലുണ്ട്. ഇത് കൂടാതെയാണ് വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പുകൾ സെപ്റ്റംബർ 30-ാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും KYC അപ്ഡേഷനുമായി ബന്ധപ്പെടുത്തി കൃത്യമായിട്ട് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.